ഹലോ, പാടത്തെ അച്ചച്ചൻ്റെ വീട്ടിൽ പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. അച്ഛമ്മ, ലച്ചു, കുഞ്ഞാറ്റ, ഞങ്ങളെല്ലാവരും പാടത്തിൻ്റെ നടുവിലൂടെ നടന്ന് ഞങ്ങളുടെ പാപ്പൻ്റെ കൊച്ചു വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ പാപ്പൻ്റെ വീട്. ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാ ടാങ്കിൽ ഒരു ഗൗരാമി മീനൊക്കെ ഉണ്ട്. വലിയ മീനാണ് കേട്ടോ. അത് ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കും. അത് കഴിക്കുന്ന ഒരു പ്രത്യേക ഇലയൊക്കെ ഉണ്ട്. ഇതാ നിറയെ പച്ചക്കറികളും പലതരം മുളകുകൾ കേട്ടോ. വയലറ്റ് മുളക്, വെള്ളമുളക്, പച്ചമുളക്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പേര്. ഞാനിട്ട പേരാണ്. ഇനി വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രസമാണ്. പാടത്തിൻ്റെ സൈഡിലായിട്ട് പലതരം പച്ചക്കറികളൊക്കെ ആയിട്ട് പാപ്പൻ കൃഷി ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചെടികൾ, ഇതാ പയറൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. സൈഡിലായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പാടത്തേക്ക് ചാഞ്ഞ് മാവിൽ നിറയെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പുളിവെള്ളം കയറിയിട്ടാണ് അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ആ പാടത്തിൻ്റെ ആ ഒരു ഏതോ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ മലയാള സർവകലാശാല ഹോസ്റ്റലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ പാപ്പൻ ഓർക്കിഡൊക്കെ ഇങ്ങനെ വരിയായി വെച്ചിട്ടുണ്ട്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പൂക്കളൊക്കെ കുറഞ്ഞ ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഏത് സമയവും കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. മഴക്കാലം വരുമ്പോൾ മാത്രമാണ് കേട്ടോ വെള്ളം കയറുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളത്. ഇതാ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. നമ്മളെ മഞ്ഞച്ചെമ്പരത്തി, കാശിത്തുമ്പ, റോസ് ചെടി, അതുപോലെ കായ്പയ്ക്ക വള്ളിയൊക്കെ പടർത്തിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതേപോലെ ഉമ്മറത്തു നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഉമ്മറത്തിരിക്കുമ്പോൾ നല്ല ഏത് സമയത്തും കാറ്റൊക്കെ അടിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് പറയാമല്ലോ. അതിന് ശേഷം അതാ ലച്ചു ചായ കുടി തുടങ്ങി. അവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. എല്ലാവരും പിന്നെ തിരിച്ചു പോന്നു. വൈകുന്നേരം പോകുന്നത്. അപ്പോൾ പിന്നെ അധിക നേരം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാത്രമല്ല പാപ്പനും മനോജേട്ടനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. അടിപൊളി കാഴ്ചയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.